ജീവിതത്തിൽ പോരായ്മകൾ വരുമ്പോൾ, കുറവുകൾ വരുമ്പോൾ അതിനെ നികത്തുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, He changed the ordinary things into an extraordinary things. ലോകത്തിൽ മനുഷ്യർക്കെല്ലാവർക്കും ജീവിക്കാൻ ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. ആ പ്രമാണത്തിന് അപ്പുറമായി ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുയേശു മുഖാന്തരം പിതാവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളത് ഉറപ്പാണ്. അനുഭവമുള്ളവർ സ്തോത്രം ചെയ്യാമോ? വിചാരിച്ചില്ല, ചിന്തിച്ചില്ല, ആഗ്രഹിച്ചില്ല, പക്ഷേ ചിന്തിച്ചതിനപ്പുറമായി, വിചാരിച്ചതിനപ്പുറമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരം എന്നുള്ളത് സംശയമില്ലാത്തത്. ഏത് സന്ദർഭങ്ങളിലും ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണ് ദാവീദ്. ഏകദേശം 13 വർഷക്കാലം അവൻ മരുഭൂമിയിലായിരുന്നു. അഭിഷേകിക്കപ്പെട്ടവൻ, രാജാവായി അഭിഷേകിക്കപ്പെട്ടവൻ. 13 years അവൻ പറയാണ്, ദൈവം എനിക്ക് നല്ലവൻ. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. തണലായിരുന്നു, എനിക്ക് നിഴലായിരുന്നു. എനിക്ക് ആഹാരം തന്നവൻ ദൈവമാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം തന്നത് ദൈവമാണ്. എവിടെയെന്ന് ചോദിച്ചില്ല. ദൈവമേ എവിടെ? 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി ഞാൻ പ്രാർത്ഥിച്ച വിഷയം ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരപ്പെട്ടവനല്ല. അവനറിയാം ദൈവം ഒരു മരുഭൂമി അനുവദിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവം പൗലോസിനെ കാരാഗൃഹത്തിൽ ഇട്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു പ്ലാനുണ്ട്. ദൈവം സഭയ്ക്ക് വിരോധമായി പീഡനങ്ങൾ അനുഭവിച്ചെങ്കിൽ അതിനൊരു പ്ലാനുണ്ട്. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്ലാനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. God, Jesus changed the ordinary into an extraordinary thing. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വാക്യം ധ്യാനിക്കുമ്പോൾ, 2-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം ഗലീലയിൽ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാളിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അന്ന് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനായി ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറവിധം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാളിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. അവൻ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാർക്കല്ലാതെ വിരുന്നുവാളിക്ക് അറിഞ്ഞില്ല. ഈ ഭാഗം നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളത്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗം. ഏത് കല്യാണ വീട്ടിൽ പോയാലും കാനാവൂർ കല്യാണ വീട്ടിൽ നടന്ന സംഭവം നമുക്ക് അറിയാം. നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. കുറവുകളെ നികത്തുന്ന യേശു കർത്താവ്. ക്ഷണിക്കപ്പെട്ട് വന്നവൻ യേശു കർത്താവാണെങ്കിലും ആ ഭവനത്തിലുള്ള ആരെങ്കിലും വിശ്വസിച്ചത് കൊണ്ടല്ല അന്ന് ആ കല്യാണ വീട്ടിൽ വന്ന കുറവുകളെ കർത്താവ് നികത്തിയത്. ശ്രദ്ധിക്കണം.
വീഞ്ഞ് തീർന്നത് മണവാളൻ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവിടെ ശുശ്രൂഷ ചെയ്തവർക്ക് വീഞ്ഞ് തീർന്ന കാര്യം അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അറിഞ്ഞത് ഒരു സ്ത്രീയാ, മറിയാളായിരുന്നു. അറിഞ്ഞപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം ഇതിന് പരിഹാരം ആരുടെ പക്കലുണ്ട്, യേശുവിൻ്റെ പക്കലേ ഉള്ളൂ. അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, 100% വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ആ കല്യാണ വീട് ലജ്ജിച്ചു പോയേനെ, നാണം കെട്ടു പോയേനെ. കാരണം അവിടെ വന്ന യേശുവോട് കൂടെ വന്ന ശിഷ്യന്മാർക്കോ യേശു ക്രിസ്തുവിൻ്റെ കൂടപ്പിറപ്പുകൾ സഹോദരന്മാർക്കോ ഇല്ലാത്ത വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, മറിയാൾക്കുണ്ടായിരുന്നു. കാരണമുണ്ട്. കാരണം യേശു ക്രിസ്തു തന്നെ അവിടെ യേശു ക്രിസ്തുവോട് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, നിനക്ക് എനിക്ക് തമ്മിൽ എന്ത് എന്ന് കഠിനമായ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മുടെ അമ്മമാരോട് സ്ത്രീയെ എന്ന് വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഡാ നീ ഇപ്പോൾ എന്തെന്നില്ല, പഴയ സ്നേഹം എന്നോടില്ല, നീ എന്നെ അനുസരിക്കുന്നില്ല, എന്നോട് ബഹുമാനമില്ല എന്ന് പറയും. പക്ഷെ അതൊന്നും മറിയാൾക്ക് വിഷയമല്ല. കാരണം യേശു ഈ ഭൂമിയിൽ ജനിച്ചത് മറിയാളുടെ ഇഷ്ടം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൾക്കൊരിക്കലും യേശുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവൾ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ അല്ല. അവൾക്ക് വിഷയമല്ലായിരുന്നു. പക്ഷെ അവളുടെ വിഷയം ഇതായിരുന്നു, ആ കല്യാണ വീട്ടിൽ വന്ന പോരായ്മയെ നികത്താൻ ഉള്ള ശക്തി മറ്റു ഒരു വ്യക്തികളിലും ഇല്ല, യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, നിനക്കും എനിക്കും തമ്മിൽ എന്താ, എൻ്റെ നാളിക വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ യേശുവോടൊന്നും പറയാൻ പോയിട്ടില്ല. അവൾ പിന്നെ അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന വോളണ്ടിയേഴ്സിനോട് വിളിച്ചു പറയാൻ തുടങ്ങി, കർത്താവ് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തോളണം. മറിയാൾക്കറിയാം, കർത്താവ് കൽപ്പിച്ചാൽ അവിടെ കുറവുകൾ നീങ്ങും. കർത്താവ് കൽപ്പിച്ചാൽ ഈ ഭവനത്തിലെ കുറവുകൾ നീങ്ങും. കർത്താവ് കൽപ്പിച്ചാൽ കുറവ് നീങ്ങും. ഒരു വാലണ്ടിയർ അതുവഴി പോകുമ്പം വിളിക്കും, കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്തോളണം. കർത്താവ് കേട്ടോണ്ടിരുന്നു. അടുത്ത വാലണ്ടിയർ വരുമ്പം വിളിക്കും, ഇങ്ങോട്ട് വാടാ മോനെ, കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്തോളണം. കാരണം ശുശ്രൂഷക്കാർക്ക് അറിയാം വീഞ്ഞ് തീർന്നെന്നുള്ള വിഷയം വേറെ ആർക്കും അറിയത്തില്ല. ശുശ്രൂഷകൻ അവിടെ ശുശ്രൂഷ ചെയ്ത വോളണ്ടിയേഴ്സിനും അറിയാം, കൂടാതെ മറിയാൾക്കും അറിയാമായിരുന്നു. ഈ സംഭവം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്ത് ജനിച്ചപ്പോൾ നടന്ന ഒരു ഹിസ്റ്ററിയിൽ നടന്ന ഒരു സത്യമായ ഒരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലായത്, ഇത് എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നതല്ല. എപ്പോഴാ മനസ്സിലായെന്നറിയാമോ? ആ ഭാഗം ധ്യാനിച്ചപ്പോൾ മനസ്സിലായത്, ഇത് മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഓൺലി ഗോഡ് ക്യാൻ ഡു ദ ഇംപോസിബിൾ. സാധാരണമായ ഒരു വസ്തുവിനെ അസാധാരണമായിട്ട് മാറ്റണമെങ്കിൽ സൃഷ്ടാവിനെ തന്നെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് വെള്ളത്തെ എന്താക്കി മാറ്റി? വീഞ്ഞാക്കി മാറ്റി. വെള്ളത്തിന് മണമില്ല, നിറമില്ല, ടേസ്റ്റ് ഇല്ല, വിലയുമില്ല. ഏത് വീട്ടിൽ പോയാലും
വെള്ളം ചോദിച്ചാൽ കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും, കാശൊന്നും കൊടുക്കണ്ട. തൊട്ടടുത്ത വീട് പണിതപ്പം ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചെടുത്തു എന്ന് പറഞ്ഞു. കറണ്ട് കാശ് പോലും തന്നില്ല, ഈ പമ്പിലിട്ട് അടിച്ചെടുത്തത് ഫ്രീ ആയിട്ട് കൊടുത്തു. കാരണം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പക്ഷെ വീഞ്ഞുണ്ടാക്കണമെങ്കിൽ നല്ല മുന്തിരിപ്പഴം വേണം, തേൻ വേണം, സ്റ്റാർച്ച് വേണം, ഈസ്റ്റ് വേണം. ഇതെല്ലാം പാകത്തിന് ഒരുക്കി വെച്ച് ചില കാലങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അതാണ് പ്രമാണം, ലോക പ്രമാണം അതാ. നിങ്ങൾക്ക് വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ വീഞ്ഞ ആയതായിട്ട് ചരിത്രമേ ഇല്ല. ലോകത്തിൽ ഒരു ശുശ്രൂഷകനോ സുവിശേഷകനോ പ്രവാചകനോ നിമിഷങ്ങളുടെ ഉള്ളിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതായിട്ടില്ല. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ സാമ്പാർ തീർന്നു, വെള്ളത്തെ എടുത്ത് പ്രാർത്ഥിച്ച് സാമ്പാറാക്കി മാറ്റിയെന്നോ അല്ലെങ്കിൽ രസമായിട്ട് മാറ്റിയെന്നോ എങ്ങുമില്ല. ഇന്ന് അന്ത്യകാലത്ത് വേദിയിൽ കബളിപ്പിക്കാൻ പലരെയും വാടകയ്ക്ക് കൊണ്ടുവരാറുണ്ടെന്ന് സോഷ്യൽ മീഡിയ തന്നെ നമ്മളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറയാൻ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും വീഞ്ഞിനെ വെള്ളമാക്കണമെങ്കിൽ ദൈവം മനുഷ്യർക്ക് തന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നിമിഷങ്ങൾ കൊണ്ട് ഒരിക്കലും വീഞ്ഞാക്കി മാറ്റാൻ പറ്റത്തില്ല. കുറഞ്ഞത് 2-3 മാസം വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ അതെന്തായി മാറത്തുള്ളൂ, ഒരു വീഞ്ഞായിട്ട് മാറത്തുള്ളൂ. പക്ഷേ ഇവിടെ ദൈവം ഒരു സാധാരണപ്പെട്ട ഒരു വെള്ളത്തെ, ആ വെള്ളത്തിൽ മുന്തിരി പഴമിട്ടിട്ടില്ല, ഈസ്റ്റ് ഇട്ടില്ല, സ്റ്റാർച്ച് ഇട്ടില്ല, തേനും ഒഴിച്ചില്ല, ശർക്കരയും ഒഴിച്ചില്ല, ഒന്നും ഇട്ടില്ല, ഒന്നുമില്ലാതെ ഒരു സാധാരണപ്പെട്ട വസ്തുവിനെ ദൈവം അസാധാരണപ്പെട്ട ഒരു വിലപ്പെട്ട വസ്തുവാക്കി മാറ്റിയതുപോലെ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാധാരണപ്പെട്ട നിന്നെ അസാധാരണമായി മാറ്റാൻ എൻ്റെ ദൈവം മതിയായവൻ എന്ന് നീ വിശ്വസിക്കുന്നു. അന്ന് സാധാരണപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു മാറ്റം സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും വരുത്തിയിരിക്കും, നിശ്ചയം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. ലോഹപ്രമാണം അനുസരിച്ച് മീനുകളെല്ലാം വെള്ളത്തിൽ കിടക്കും. അത് ദൈവം കൊടുത്ത പ്രമാണം. അതിന് കരയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് കരയിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചില പോസ്റ്റർ കണ്ടിരിക്കാം, ബോൺ ടു ഫ്ലൈ. ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. വി ആർ ബോൺ ടു വാക്ക് ഓൺ ദിസ് എർത്ത്, വി ആർ നോട്ട് ബോൺ ടു ഫ്ലൈ. അത് പക്ഷികളാണ് പറക്കുന്ന. പ്രമാണം അനുസരിച്ച് പക്ഷികൾ എന്ത് ചെയ്യും? പറക്കും. നമുക്കൊരിക്കലും പറക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രമാണം. പക്ഷെ ആമയോ, അതിന് വെള്ളത്തിലും കിടക്കാം, കരയിലും കിടക്കാം. ദൈവം കൊടുത്ത പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും ആതാത് സമയത്ത് ആതാത് ദിവസങ്ങളിൽ അത് നിറവേറിക്കൊണ്ടിരിക്കും. പ്രമാണം വിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, ചിലർ പറയുന്നത് നിങ്ങൾ ഈസ് എ മിറക്കിൾ വർക്കർ, ചുമ്മാ പേരിട്ട് വിളിക്കുന്നത്, നത്തിങ് വിൽ ഹാപ്പൻ. പറയുന്നത് വിഷമമുണ്ട് കേട്ടോ, പക്ഷെ സത്യമായ കാര്യങ്ങളാണ്. ഈ ലോകത്ത് ഇതുവരെ ആരും പ്രമാണമനുസരിച്ച് 5 അപ്പം 2 മീനും ഒരു വ്യക്തിക്ക് ഒരു നേരം കഴിക്കാനേ ഉള്ളൂ, പ്രമാണമനുസരിച്ച്. പക്ഷേ യേശുവിൻ്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ അത് എക്സ്ട്രോർഡിനറി ആയിട്ട് മാറി. ഒരു നേരം ഭക്ഷണം, ഒരുത്തൻ ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ട ആഹാരത്തെ 5000 പേർക്ക് ദൈവം കൊടുത്തു. അത് അസാധാരണമാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ലോക പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അസാധാരണമായ സംഭവങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട്. ദൈവസഭയോടുള്ളൊരു ദൂത ഏറ്റെടുത്തോ. ലോക പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ നിയോഗം അനുസരിച്ച് നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
അസാധാരണമായ ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം നടത്തും നിശ്ചയം. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായതാണ്. ചില സക്സസ് വരുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള സക്സസാ. നമ്മുടെ യേശു കർത്താവിന് ഏത് സന്ദർഭങ്ങളിലും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളവനാ നമ്മുടെ രക്ഷകർത്താവ്. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭങ്ങളിലും നമ്മൾ വിചാരിക്കാം ഇനി നടക്കത്തില്ല, മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് വിചാരപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരുവൾ വിശ്വസിച്ചു, അത് യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അവൾ ഫോക്കസ് ചെയ്തത് യേശുവിനെ മാത്രമായിരുന്നു. ആ ഭവനത്തിലെ യജമാനനെ അല്ലായിരുന്നു, കൂടെ മക്കളുണ്ടായിരുന്നു, മക്കളെ അല്ല അവൾ ഫോക്കസ് ചെയ്തത്. അവിടെ വിരുന്നുവാളി ഉണ്ടായിരുന്നു, അവൾ ഫോക്കസ് ചെയ്തത് വിരുന്നുവാളിയെ അല്ലായിരുന്നു. She focused only on Jesus. ആമേൻ. അവൾക്കറിയത്തില്ല കർത്താവ് എങ്ങനെ ചെയ്യുമെന്നറിയത്തില്ല. വെള്ളം കൊണ്ട് ചെയ്യുമോ? She don't know how Jesus is going to do miracles. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. മാനുഷിക പ്രയത്ന കൊണ്ട്, ഹ്യൂമൻ എഫേർട്സ് കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഫെയിലിയേഴ്സ് വരാം. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നാളും ഫെയിലിയർ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം മാനുഷിക എഫേർട്സിൽ, when we rely upon our human efforts, we might end up in failure. But when you trust God, you will never end up in failure. Amen. അന്ന് കാനാനിയ കല്യാണ വീട്ടിൽ വെച്ച് ദൈവം അപ്രത്യക്ഷമായി, മണവാളൻ അറിഞ്ഞിട്ട് പോലുമില്ല, ആ ഭവനത്തിലെ ഉടമസ്ഥൻ യജമാനൻ അറിഞ്ഞിട്ടില്ല, അതെല്ലാം ക്രമീകരിച്ച വിരുന്നുവാളി അറിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു? ആർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. മറിയാൾക്കറിയാം സംഭവിക്കും, പക്ഷെ അത് എപ്പോൾ സംഭവിച്ചെന്ന് അവൾക്കും അറിയത്തില്ല. കാരണം ഭരണിയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, ഒഴിക്കുമ്പോൾ സംഭവിച്ചതാണോ എന്നറിയത്തില്ല. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് അവിടെ കൈവച്ചില്ല, കൽപ്പിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. 5 അപ്പവും 2 മീനും കരങ്ങളിൽ എടുത്തതുപോലെ എടുത്ത് പിതാവോട് ചോദിച്ചില്ല. അവിടെ ഒന്നും സംഭവിച്ചില്ല. വക്കോളം ഒഴിക്കാൻ പറഞ്ഞു, ഒഴിക്കുമ്പോൾ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മറിയാളോട് ചോദിച്ചാൽ അവൾ പറയും എനിക്കറിയത്തില്ല. പക്ഷെ അവൾക്ക് ഒരു ഉറപ്പുണ്ട്, സംഭവിക്കും എന്നുള്ള ഉറപ്പുള്ളവനെ ദൈവം ഒരു നാൾ കൈവിടത്തില്ല. വക്കോളം നിറച്ചപ്പോൾ കോരി വിരുന്നുവാളിയോട് കൊടുക്കാൻ പറഞ്ഞു. കോരിയെടുത്തപ്പോഴാണോ മാറിയത് എനിക്കറിയത്തില്ല. ശുശ്രൂഷകന്മാർ കൊണ്ടുപോകുമ്പോഴാണോ മാറിയത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവനെ ഒരു നാളും കൈവിടത്തില്ല എന്ന് എനിക്കറിയാം. യേശു ക്രിസ്തു തൻ്റെ ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയ്ത അത്ഭുതം എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. He did his first miracle. അതിനു മുമ്പ് തൻ്റെ വീട്ടിലുണ്ടായിരുന്നു. 30 വർഷക്കാലം തൻ്റെ മാതാപിതാക്കളോട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത്ഭുതങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം അത് പേഴ്സണലായിട്ട് നടന്ന അത്ഭുതമല്ല, അതൊരു കുടുംബത്തിൽ നടന്ന അത്ഭുതമല്ല, ഒരു സമുദായത്തിൽ, ഒരു സൊസൈറ്റിയിൽ നടന്ന ഒരു അത്ഭുതമായിരുന്നു. ഒരു വ്യക്തിയെ രക്ഷിക്കാനല്ല, ഒരു കുടുംബത്തെ രക്ഷിക്കാനല്ല, ആ ദേശത്തിൽ
ആ കല്യാണത്തിൽ കടന്നു വന്ന് സകലരും സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം അസാധാരണമായ ഒരു അത്ഭുതമാണ് കർത്താവ് യേശു ക്രിസ്തു അവിടെ ചെയ്യുവാനിടയായത്. ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ജീസസ് ക്യാൻ ചേഞ്ച് തിങ്സ്. സാധാരണപ്പെട്ട ഒരു വസ്തുവിനെ കർത്താവിന് അസാധാരണപ്പെട്ട ഒരു വസ്തുവാക്കി മാറ്റാൻ കഴിയും. ഒരു സാധാരണപ്പെട്ട മുക്കുവനെ ഒരു അസാധാരണപ്പെട്ട ഒരു സുവിശേഷകനാക്കി മാറ്റി. അവൻ ഒറ്റ ദിവസം റോഡ് സൈഡിൽ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ 3000 പേരെ രക്ഷയുടെ അനുഭവത്തിൽ വഴി നടത്താൻ കഴിയുമെങ്കിൽ അത് അവന്റെ പ്രവൃത്തിയല്ല. സാധാരണപ്പെട്ട മുക്കുവനെ ദൈവം അസാധാരണമായ ഒരു വ്യക്തിയാക്കി മാറ്റി. ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിന്നെ അസാധാരണമായ ഒരു വ്യക്തിയായി മാറ്റാൻ ദൈവത്തിന് കഴിയും. നീ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ എൻ്റെ യേശു കർത്താവിന് നിന്നെ ഒരു അസാധാരണപ്പെട്ട ഒരു കുടുംബമാക്കി മാറ്റാൻ കഴിയും. Jesus has the power to change things. ആമേൻ. വീട്ടിൽ, ആ കല്യാണ വീട്ടിൽ കുറവ് വന്നതിനെ ആദ്യം കണ്ടുപിടിച്ചത് ഒരു സ്ത്രീയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എന്ത് കുറവുണ്ടെങ്കിലും ആദ്യം കണ്ടുപിടിക്കുന്നത് സ്ത്രീകളാണ്. എന്ത് കുറവുണ്ടെങ്കിലും, ആഹാരത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അവർ കറക്റ്റ് കണ്ടുപിടിക്കും. അവിടെ ഉപ്പ് കുറഞ്ഞുപോയി, പുളി കുറഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും അവർ കറക്റ്റ് കണ്ടുപിടിക്കും, വിളിച്ചു പറയും. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. കുറ്റമായിട്ട് പറയുന്നില്ല, കൃപയാണ്. അന്ന് മറിയാൾ അവിടുത്തെ കുറവിനെ കണ്ടുപിടിച്ചത് ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നത് കുറേ ശുശ്രൂഷകന്മാർ, പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ച് അതിനെ നികത്തേണ്ടതിന് പകരം ഒരു സ്ത്രീ കണ്ടപ്പോൾ ആ കുറവുകളെ അവൾ വിളിച്ചു പറയാൻ തുടങ്ങിയില്ല. നാട്ടുകാരോടെയോ വീട്ടുകാരോടെയോ മക്കളോടെയോ സ്വന്തക്കാരോടെയോ ബന്ധുക്കാരോടെയോ അതിനെ ഒരു പരിഹാസ സാഹചര്യമായിട്ട് അവൾ മാറ്റാൻ ശ്രമിച്ചില്ല. പകരം അതിന് പരിഹാരം കണ്ടെത്താൻ അവൾ ശ്രമിച്ചപ്പോൾ അവൾ കണ്ടെത്തിയ ഒരു പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. പുരുഷന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കുറവുകളെ കണ്ടുപിടിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് മേശ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ കുറച്ച് കറി ബാക്കി കിടപ്പുണ്ട്, വന്ന് തുടയ്ക്കാൻ പറയും, അല്ലേ? വീട്ടിൽ പൊടിയോ അഴുക്കോ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ വിളിച്ചു പറയും, നീ ഇന്ന് തൂത്തത് ശരിയല്ല, കിടപ്പുണ്ട് സാധനം. ഇല്ലാത്തതിനെ വിളിച്ചു പറയാൻ ഒരു കൂട്ടരെ കർത്താവ് ഒരുക്കുമ്പോൾ ഉള്ളതിനെ വൃത്തിയാക്കാൻ മറ്റൊരു കൂട്ടനെ കർത്താവ് ഒരുക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം കുറ്റമായിട്ടും കാണാം, നല്ലതായിട്ടും കാണാം. കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ വിശ്വസ്തയോടെ നിവർത്തിച്ച ഒരു സ്ത്രീയാണ് മറിയാൾ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒരു കുറവ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കറിയത്തില്ല, ഞാനൊരു പുരുഷനാണ്. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താം. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ മറിയാൾ ചെയ്തതുപോലെ ചെയ്താൽ അത് ഉത്തമമായിരിക്കും. പലപ്പോഴും കാണുന്ന കുറവുകളെ ഏറ്റെടുത്ത് അതിനെ പരിഹാസമായി മാറ്റും, അത് നിന്റെയായി മാറ്റും,
അതിനെ അപമാനമായി മാറ്റും. പക്ഷേ മറിയാളോ അവൾ കണ്ടപ്പോൾ, അവൾ കുറവുകളെ കണ്ടപ്പോൾ യജമാനനോടെയോ മണവാളനോടെയോ മറ്റ് മക്കളോടെയോ പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം അവൾക്കറിയാം ഇതിന് പരിഹാരം യേശു ക്രിസ്തുവിൽ. മറ്റുള്ളവരോട് പറഞ്ഞ എന്ത് സംഭവിച്ചേനെ? ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് എടുത്തിട്ട് ഓടിപ്പോയേനെ, അടുത്ത ഏതാ ബാറുള്ളതെന്ന് അല്ലേ? കർത്താവ് നല്ല ലഹരിയുള്ള വീഞ്ഞ ഉണ്ടാക്കി കൊടുത്തത്. കാരണം വിരുന്ന് വാളി കുടിച്ചപ്പം പറഞ്ഞു, ആദ്യം കൊടുത്തതിനേക്കാളും ആടി വിളിച്ചതിന്. പക്ഷെ അവൻ അറിഞ്ഞില്ല, തീർന്നതും അറിഞ്ഞില്ല, ആരുണ്ടാക്കി കൊടുത്തെന്ന് അറിഞ്ഞില്ല. പക്ഷെ മണവാളനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, നീ നല്ല സാധനം മാറ്റി വെച്ചിട്ട് ആദ്യം മോശമായത് കൊടുത്തു. യഥാർത്ഥത്തിൽ മോശമായതല്ല കൊടുത്തത്, മണവാളൻ കൊടുത്തത് അവൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ട നല്ലത് തന്നെയാണ്. പക്ഷെ കർത്താവ് കൊടുത്തരുമ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് തരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ മറിയാൾ ആ കുറവുകളെ നികത്തുവാൻ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? ദൈവം തന്നെ മറിയാളുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ കാരണമുണ്ടല്ലേ? അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഈ ഇസ്രായേൽ ജനം മെസ്സിഹ എന്ന രക്ഷകന് ജനിക്കുമെന്ന് കാത്തിരുന്നു. പക്ഷെ ഇവൾ കാത്തു മാത്രമല്ലായിരുന്നത്, ഇവൾ ഒരുങ്ങിയിരുന്നവളാണ്. ഷി വാസ് പ്രിപ്പയറിംഗ് ഹെർസെൽഫ്. ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോസെഫോട് ആദ്യം പറഞ്ഞു, ഒരു മകൻ ജനിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം, ദൈവം നമ്മോട്. അതേ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ മാർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ദൈവദൂതൻ മറിയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നീ ഗർഭിണിയാവും. കല്യാണം കഴിഞ്ഞിട്ടില്ല, പുരുഷനോട് കിടന്നിട്ടില്ല, നീ ഗർഭിണിയാവും. യു വിൽ ബിക്കം പ്രഗ്നന്റ്. ഇവിടെ നെട്ടിപ്പോയി. അതെങ്ങനെയാ? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഗർഭം ധരിക്കും. യു വിൽ കൺസീവ് ആൻഡ് യു വിൽ ഗിവ് ബർത്ത്. നീ പ്രസവിക്കും പരിശുദ്ധാത്മാ മുഖാന്തരം. ഇവള് കൈയും മലത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണ്. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 30 വർഷം കഴിഞ്ഞു കാനാൻ്റെ കല്യാണ വീട്ടിൽ കുറവ് വന്നപ്പോൾ 30 വർഷം മുമ്പ് ദൂതൻ പറഞ്ഞു, മെസ്സിഹ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ടവൻ, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അവൻ സകല മാനവരുടെ രക്ഷയ്ക്കായി പാപങ്ങളെ വഹിക്കും, അവൻ ക്രൂശിൽ മരിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം ഉള്ളിൽ അങ്ങ് കിടക്കുക മറിയാളുടെ ജീവിതത്തിൽ. മെസ്സിഹ ജനിക്കും, മെസ്സിഹ ജനിച്ചു, അവൻ സകല മാനവരുടെ രക്ഷകനാണ്. അവളുടെ വിശ്വാസം ആ കല്യാണ വീട്ടിൽ വെളിപ്പെട്ടു വന്നു. അവളുടെ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരുന്നു. യേശുവോട് പറഞ്ഞപ്പം
യേശുവിൻ്റെ അമ്മ യേശുവോട് പറഞ്ഞപ്പോൾ യേശു തിരിച്ചു പറഞ്ഞ, നിനക്ക് എനിക്ക് എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ അമ്മമാരോട് പറഞ്ഞാൽ 30 വയസ്സ് പ്രായമുണ്ടല്ലോ, അടി തന്നില്ലെങ്കിലും ചൂലിട്ടെങ്കിലും ഒരു അടി തന്നേന്. പക്ഷേ മറിയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു, യേശു ക്രിസ്തു സകല മാനവരുടെ രക്ഷകനെന്ന്. യേശു ക്രിസ്തു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെങ്കിലും അവളുടെ മുഖം കറുത്തില്ല, അവളുടെ ഹൃദയം വാടിപ്പോയില്ല, അവളുടെ വിശ്വാസം തകർന്നു പോയില്ല, തളർന്നു പോയില്ല. അവൾക്കറിയാം എന്ന് യേശു ക്രിസ്തു യോർദാൻ നദിയിൽ ചെന്ന് സ്നാനമേറ്റോ അന്നു മുതൽ പരിശുദ്ധനായ ദൈവം അവൻ്റെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുവാനിടയായി. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടവനായി മരുഭൂമിയിലേക്ക് വഹിക്കപ്പെട്ടു. ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു ദ വിൽഡർനെസ്. അവിടെ ഏകദേശം 40 ദിവസം രാത്രിയും പകലും ഒന്നും കഴിക്കാതെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് തൻ്റെ ജഡത്തെ ഒതുക്കി ജീവിതത്തെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയായിരുന്നു. മനുഷ്യനായി ജനിച്ചു പോയില്ലേ? നമ്മളെല്ലാം ഉപവാസം ഇരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജഡത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടല്ല. ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഇൻ ഫ്ലെഷ്. നമ്മുടെ ജഡസ്വഭാവങ്ങളൊക്കെ മാറണമെങ്കിൽ സ്നാനപ്പെടുമ്പോൾ ഒരു 3 മിനിറ്റ് മുക്കിപ്പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുക്കപ്പെടാത്തവരിരുന്ന് ഒരുങ്ങണം കേട്ടോ. ജഡത്തെ ഒതുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയാൾക്ക് തൻ്റെ മകനെന്ന അധികാരം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് സത്യം. മറിയാൾക്ക് ബോധ്യപ്പെടുത്തി. ആദ്യം ബോധ്യപ്പെടുത്തിയതും പരിശുദ്ധാത്മാവ ദൂതന്മാർ മുഖാന്തരം, വീണ്ടും ബോധ്യം ലഭിച്ചതും പരിശുദ്ധാത്മാ മുഖാന്തരം. യേശു പറഞ്ഞു, നിനക്കും എനിക്ക് എന്ത്. പിന്നെ യേശുവോട് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോയില്ല. നമ്മുടെ അമ്മമാരെ പോലെ വീണ്ടും കയറി മാന്താൻ പോയില്ല, നിയന്ത്രിക്കാൻ പോയില്ല. ഒന്ന് കർത്താവിനെ എൻ്റെ വാഴ്ചയുടെ കീഴിൽ, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചില്ല. കാരണം മറിയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി കൊടുത്തു, ഇനി നിൻ്റെ അധികാരത്തിൻ്റെ കീഴില്ല, പിതാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ. പക്ഷേ മറിയാളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവൾ മിണ്ടാതെ ഇരുന്നില്ല. അതാണ് അവിടെ അത്ഭുതം സംഭവിക്കാൻ കാരണം. മറിയാൾ തന്നെ അവൾ തീരുമാനിച്ചു. അതുവഴി ശുശ്രൂഷകന്മാർ പോയി, വോളണ്ടിയേഴ്സ് പോയി. അത് പോയപ്പം ഒരുത്തനെ വിളിച്ചിട്ട്, ആ മോനെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. മോനെ, കർത്താവ് പറയുന്നത്, കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്തോളാം. അവൻ പറഞ്ഞു, ഓക്കെ ആൻറ്റി. മറിയാൾ ഈ ശുശ്രൂഷകന്മാരോട് പറഞ്ഞത് അവർ വിശ്വസിക്കുകയും ചെയ്തു, അതനുസരിക്കുകയും ചെയ്തു. കാരണം എന്താ? മറിയാൾക്ക് സാക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമുക്ക് സാക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കാത്തത്. നല്ല ഒരു സാക്ഷ്യമുള്ള, അച്ചടക്കമുള്ള ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീയായിരുന്നു മറിയാൾ. ആമേൻ, ആമേൻ പറഞ്ഞേ. സ്ത്രീകൾക്ക് കുറച്ച് സങ്കടമുണ്ട്, ഞങ്ങൾക്കുമുണ്ട് സങ്കടം, നിങ്ങൾക്ക് മാത്രമല്ല. അച്ചടക്കത്തോട് ജീവിച്ച്, സാക്ഷ്യത്തോട് ജീവിച്ച് മറിയാൾ വീണ്ടും അതുവഴി ഒരുത്ത പോയപ്പോൾ അവനെ വിളിച്ചു.
ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അവൻ കൽപ്പിക്കുന്നത് ചെയ്യണം. ആൻറ്റി ഓക്കെ. അടുത്തവൻ അതുവഴി പോയപ്പം വീണ്ടും മോനെ എങ്ങോട്ട് വാടാ. ഇങ്ങാണ് മെസ്സിക, ലോകത്തിൻ്റെ രക്ഷകൻ, കൽപ്പിക്കുന്നത് ചെയ്തോളണം. ആയിക്കോട്ടെ ആൻറ്റി. കർത്താവിന് പിന്നെ പ്രവർത്തിക്കാതെ ഇരിക്കാൻ പറ്റുമോ? കർത്താവിന് പിന്നെ ചെയ്യാതെ ഇരിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു എൻ്റെ നാളികെ വന്നില്ല എന്ന് പറഞ്ഞ ആ യേശു തന്നെ ആ സമയത്ത് തന്നെ, നാളെ എന്ന് മാറ്റിവെക്കാതെ, പിന്നെ എന്ന് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ഹല്ലേലൂയ ആ ശുശ്രൂഷകന്മാരെ വിളിച്ചിടാ, കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചോ. അതും സാധാരണപ്പെട്ട ഒരു പാത്രമായിരുന്നു, പക്ഷെ അതെയും അസാധാരണമായ ഒരു പാത്രമാക്കി മാറ്റി. ശ്രദ്ധിക്കണം, നമ്മളുടെ വീട്ടിലാരെങ്കിലും ഇന്നാ നമുക്ക് പൈപ്പും ഷവറും ഒക്കെ ഉള്ളത്. അന്ന് നമ്മുടെ വീട്ടിലൊരാൾ ചെളിയോടെ കടന്നു വന്നാൽ അയാളുടെ കൈയും കാലും കഴുകാൻ പുറത്തെന്ത് വെച്ചിരിക്കും? ഒരു ബക്കറ്റ് വെച്ചിരിക്കും, അതിലൊരു കപ്പ് കൊണ്ടായിരിക്കും. നമ്മൾ ആ കപ്പിനെ എങ്ങനെ പിടിക്കും? ഇങ്ങനെ പിടിച്ച് അതിൽ നിന്ന് വെള്ളം കോരി ഇങ്ങനെ കൈയും കാലും കഴുകിയിട്ട് ആ കപ്പും തൊടാൻ ആഗ്രഹിക്കത്തില്ല, ആ ബക്കറ്റും തൊടാൻ ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ശുദ്ധീകരണത്തിനായി പുറം കഴുകാൻ വെച്ചിരുന്ന 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. ഓരോ കൽപ്പാത്രങ്ങളിൽ ഏകദേശം 100 ലിറ്റർ വെള്ളം പിടിക്കും. ഇന്നാണെങ്കിൽ മലയാളികളെല്ലാം കൽപ്പാത്രത്തിൻ്റെ മുമ്പിൽ ക്യൂ നിന്നേന്. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം വക്കോളം ഒഴിക്കാൻ പറഞ്ഞു. ശുശ്രൂഷകർ എന്ത് വിചാരിച്ചിരുന്നിരിക്കണം? കാല് കഴുകാൻ വെള്ളം തീർന്നത് കൊണ്ടായിരിക്കും കർത്താവ് ഒഴിക്കാൻ പറഞ്ഞത്. കാരണം മറിയ പറഞ്ഞത്, അവൻ കൽപ്പിക്കുന്നത്, മറിയ എന്ത് പറഞ്ഞത്? ശുശ്രൂഷകരോട് എന്ത് പറഞ്ഞു? അവൻ കൽപ്പിക്കുന്നത് ചെയ്യണം. ശുശ്രൂഷകർക്ക് അറിയത്തില്ല, പക്ഷെ മറിയാൾക്ക് നന്നായിട്ട് അറിയാം. കർത്താവ് ആ ഭവനത്തിലുള്ള പോരായ്മയെ നീക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവങ്ങനെ വക്കോളം നിറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, ആരെങ്കിലും കയ്യും കാലും കഴുകാൻ വച്ചിരിക്കുന്ന പാത്രത്തിലിരിക്കുന്ന വെള്ളം കുടിക്കാൻ എടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ കുടിക്കുമോ? പക്ഷെ വിരുന്നാളി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ കുടിക്കത്തില്ല. നീ എവിടെ നിന്നാ കോരിക്കൊണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കൊന്നറിയാം, സാധാരണപ്പെട്ട ഒരു വസ്തുവിനെ അസാധാരണമാക്കി മാറ്റിയെങ്കിൽ ഒരിക്കലും ലോകം ആ വ്യക്തിയെ റിജക്റ്റ് ചെയ്യത്തില്ല. ആമേൻ. അതാണ് നമ്മുടെ യേശു കർത്താവ്. മറിയാൾക്കറിയാം, സാധാരണപ്പെട്ട വസ്തുവിനെ അസാധാരണമായിട്ട് മാറ്റാൻ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ശ്രദ്ധിക്കുക. ഇന്ന് മറ്റുള്ളവർ നിന്നെ കഴുകാൻ ഉപയോഗിക്കുന്ന, നിന്നെ ചൂഷണം ചെയ്യുന്ന ഒരു പാത്രമായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ കണ്ണുകളിൽ നീ പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം വിലപ്പെട്ട ഒരു പാത്രമാക്കി മാറ്റും. ദൈവം തിരിഞ്ഞു നോക്കിയപ്പം അവിടെ നല്ല പാത്രങ്ങളുണ്ടായിരുന്നു, വീട്ടിൻ്റെ അകത്ത് നല്ല നല്ല പാത്രങ്ങളുണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കണ്ണിൽ പെട്ട പാത്രം എന്താണെന്നറിയാമോ? ദ റിജക്റ്റഡ്, അഴുക്ക് പിടിച്ച് കൊള്ളാത്ത, കയ്യും കാലും കഴുകാൻ വേണ്ടി പറമ്പിൽ ഒതുക്കി വെച്ച് മാറ്റിവെച്ച് പാത്രത്തെ കർത്താവ് കണ്ടപ്പോൾ കർത്താവ് തീരുമാനിച്ചു, നീ ഇന്ന് അസാധാരണമായ ഒരു പാത്രമായിട്ട് മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു അസാധാരണമായ പാത്രമായിട്ട് മാറാൻ കാരണം എൻ്റെ യേശു കർത്താവാണ്. ഇന്ന് നിങ്ങളൊരു അസാധാരണമായ പാത്രമായി മാറാൻ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ യേശു കർത്താവാണ്.
യേശു കർത്താവ് നിങ്ങളെ സന്ദർശിച്ചതുകൊണ്ട്, നിങ്ങളെ കണ്ടതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം വരാൻ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. യേശുവിൻ്റെ ദൃഷ്ടി നിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, യേശു നിൻ്റെ ജീവിതത്തെ കണ്ടതുകൊണ്ട്, ആ യേശുവിൻ്റെ കണ്ണുകളിൽ ആ കൽപാത്രങ്ങൾ കാണാതെ ഇരുന്നിരുന്നെങ്കിൽ അത് ഇന്നും സാധാരണപ്പെട്ട ഒരു പാത്രമായി അവിടെ കടന്നേന്. പക്ഷേ യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ലോകത്താൽ ഹല്ലേലൂയ തള്ളപ്പെട്ട് ചില പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളോട് ഹല്ലേലൂയ കർത്താവ് ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, ഒഴിച്ചോ, അതിൻ്റെ അകത്ത് ഒഴിച്ചോ, വെള്ളം ഒഴിച്ചോ. ഒഴിക്കുന്നവരും അത് വീഞ്ഞായി മാറിയതുപോലെ, അത് വിലപ്പെട്ട ഒരു വസ്തുവായി മാറിയതുപോലെ നിന്റെ ജീവിതത്തിൽ ഒഴുകുന്ന വിഷയങ്ങൾ സാധാരണമായ വിഷയങ്ങളായിരിക്കാം. പക്ഷെ അതിനെ അസാധാരണമായ വിലപ്പെട്ട വിഷയമായി പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം തന്ന ഹല്ലേലൂയ നമ്മുടെ രക്ഷകർത്താവാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെയും സ്വർഗത്തിലെ ദൈവം കൈവിടത്തില്ല. മറിയാൾ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? പൂർണ്ണമായി വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? ഹല്ലേലൂയ, ദൂതൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ വിശ്വസിച്ചു. ഒരുവൻ ജനിക്കും, മെസ്സിഹ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ സകല മാനവരുടെ രക്ഷകനാണ്. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അവൻ സകല മാനവരെ രക്ഷിപ്പാൻ ദൈവം തന്ന ഹല്ലേലൂയ കുഞ്ഞാടെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അവൾക്കറിയത്തില്ല എങ്ങനെ അത്ഭുതം നടക്കുമെന്ന് മറിയാൾക്ക് അറിയത്തില്ല. എങ്ങനെ സംഭവിക്കുമെന്ന് അവളോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ അവൾക്കറിയാം, എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല, യേശു ക്രിസ്തുവാൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഹല്ലേലൂയ, അവിടുത്തെ ശുശ്രൂഷകരോട് അവൾ പറഞ്ഞു, നിങ്ങളോട് എൻ്റെ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. മറിയാൾക്ക് ക്രിസ്തു യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. മറിയാൾക്കറിയാമായിരുന്നു യേശു ദൈവത്തിൽ നിന്ന് വന്ന തൻ്റെ ഏകജാതനായ പുത്രനെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. മറിയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു യേശു മെസ്സിഹ എന്ന് ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ, അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു അവൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? ബോധ്യമില്ലെങ്കിൽ ആ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ആ ബോധ്യം വന്നത് സ്വർഗത്തിലെ ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതാ. പരിശുദ്ധാത്മാ മുഖാന്തരം അവളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അവൾ ഗർഭം ധരിച്ചു, അവൾ പ്രസവിച്ചു, അവളുടെ ഭവനത്തിൽ വളർന്നെങ്കിലും അവൾക്കറിയാം അത് എൻ്റെ പൈതലല്ല, അത് ദൈവത്തിൻ്റെ പുത്രനെന്ന്. ഹല്ലേലൂയ. അത് അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ലോകത്തിൽ ഒരു കൂട്ടർ മറിയാളോട് ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി പറയുമെന്ന് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മറിയാൾക്ക് അവിടെ ഒരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം ഇല്ലാത്ത കാലം വരെ അസാധാരണമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, മറിയാൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാനിടയാകും. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അനേകരെ സ്വാധീനിക്കാനിടയായി. ആ സമയം വരെ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ശിഷ്യന്മാർക്ക് പോലും യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ എന്ന് ആ കല്യാണ വീട്ടിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, അന്ന് മുതൽ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരും അവനിൽ വിശ്വസിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണ് നിങ്ങളുടെ വിശ്വാസം? വാട്ട് ഈസ് യുവർ ബിലീഫ് ഇൻ ക്രൈസ്റ്റ്? ദൈവത്തിൽ ആശ്രയിച്ചാൽ
ദൈവം നമുക്ക് ബെസ്റ്റേ തരത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് ഏറ്റവും ബെസ്റ്റേ തരത്തുള്ളൂ. അന്ന് അവിടെ കൊടുത്തത്, മണവാളൻ കൊടുത്തത് അവനുള്ള ബെസ്റ്റായിരുന്നു. പക്ഷെ ദൈവം അവിടെ കൊടുത്തപ്പോൾ എല്ലാത്തിനേക്കാളും ബെസ്റ്റായിരുന്നു. 6 കൽപാത്രങ്ങളും നിറയ്ക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. അത്രയും ആൾക്കാരവിടെ ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ ആവശ്യത്തിന് ഒത്തവണ്ണമല്ല ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. അവിടെ ഇരുന്ന സകല കൽപാത്രങ്ങൾക്കും ഒതുങ്ങിയിരുന്ന പുറത്തിരുന്ന എല്ലാ കൽപാത്രങ്ങൾക്കും ദൈവം ഒന്നുപോലെ വില കൊടുത്തു. എല്ലാ സാധാരണപ്പെട്ട കൽപാത്രങ്ങളെയും അസാധാരണമായ പാത്രങ്ങളായി മാറ്റിയതുപോലെ, മേ ബി യു ആർ എ റിജക്റ്റഡ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി. മേ ബി യു ആർ എ റിജക്റ്റഡ് പേഴ്സൺ ഇൻ യുവർ, നിന്റെ ദേശത്ത് ചിലപ്പോൾ നീ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആയിരിക്കാം. പക്ഷെ വിശ്വസിക്കുക, അസാധാരണമായ ഒരു വ്യക്തിയായി ദൈവത്തിന് നിന്നെ മാറ്റാൻ കഴിയും. ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നീ. ചിലപ്പോൾ വിചാരിക്കാം, ഞാനൊരു സാധാരണപ്പെട്ടവനല്ലയോ എന്ന്. തീർച്ചയായിട്ടും നീ ചിലപ്പോൾ ആദ്യമായി വന്ന ഒരു വ്യക്തിയായിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ പറയട്ടെ, നിന്നെപ്പോലെ ഞാനും ഒരു ദിവസം ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. സാധാരണപ്പെട്ട എന്നെ ഒരു അസാധാരണമായി മാറ്റിയത് ദൈവമാണ്. വിശ്വസിക്കുക, അനുസരിക്കുക. മറിയാൾ വിശ്വസിച്ചു, ശുശ്രൂഷകന്മാർ അനുസരിച്ചു.